അവനെ ജീവനോടെ കണ്ടെത്തിയല്ലേ? തീർന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാ ലോറി ഡ്രൈവർ. എല്ലാവരും ചതിയന്മാരാടാ. ഒന്നോർക്കുമ്പോ ഒന്നും സംഭവിക്കരുന്നത് നന്നായി കുട്ടിച്ച. ഇത്രയും നേരം കൊണ്ട് നീ അങ്ങ് നന്നായി പോയോ? ശത്രുവിനോട് കരുണ തോന്നിയോ? എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്റെ മേലാ. അനാമിക, ആ ഫാദർ, രഞ്ജിത്ത്, മൈഥിലി, ഇവൻ യാമിമോൾക്ക് പോലും എന്നെ സംശയമുണ്ട്. അവനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം എന്നെ ഒറ്റിക്കൊടുത്തേനെ. പേടിയാണോ നിനക്ക്? പേടിയല്ല, ചെയ്യാത്ത കാര്യമല്ലേ. അത് തലയിൽ എടുത്തു വെക്കാൻ ഒരു മടി. നന്നായി. പക്ഷെ കുട്ടിച്ചനെ ഇവിടെ കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അരുൺ നിന്റെ നെഞ്ചിലേറ്റൊരു പൊള്ളലാ. അത് കെടുത്താൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യണ്ടേ? വേണ്ട കുട്ടിച്ച, ഇനി ഒന്നും ചെയ്യണ്ട. നിനക്കിത് എന്തിന്റെ പേടിയാ? ബിസിനസ് നഷ്ടപ്പെടുമെന്നോ? ആളുകൾക്കിടയിലുള്ള സ്ഥാനം നഷ്ടപ്പെടുമെന്നോ? സാരംഗേ, പ്രതികരിക്കാതെ 1000 കൊല്ലം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒടുങ്ങുന്നതാ. അത് മനസ്സിലാക്കിക്കോ നീ. പോലീസുകാർ കേസ് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടാവും. അതൊരിക്കലും നിന്നിലേക്ക് എത്തില്ല. അതിന്റെ വഴി മുടക്കാനും കുട്ടിച്ചനെ അറിയാം. ഇനിയിപ്പോ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മൈഥിലി തിരിച്ചെത്തിയോ? ഇല്ല. പേടി കൊണ്ട് ഉറക്കം കിട്ടാത്ത ഭർത്താവ്, മറ്റൊരുത്തനെ കാണാത്തതിന്റെ പേരിൽ ഉറക്കം കളയുന്ന ഭാര്യ. നീ നിന്നെ ഒന്ന് നേരെയാക്കി എടുക്ക് സാരംഗേ. ജയിക്കണ്ട നിനക്ക്. ശത്രുക്കളെ ജയിക്കാൻ വിട്ടിട്ട് ഒരു നിമിഷം പോലും ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ശരി ശരി. പറഞ്ഞു കേട്ടതനുസരിച്ച് അരുണിനെ ആരോ കരുതിക്കുട്ടി ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. ശത്രുക്കൾ തന്നെ ആവണമെന്നില്ലല്ലോ. ശത്രുക്കളുടെ വേഷം കെട്ടുന്ന മിത്രങ്ങളായ പോരെ. അരുണിനെ അപായപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റില്ല. കുറ്റം പറയുമ്പോ എങ്ങനെ വേണമെങ്കിലും പറയാലോ. അരുണിനെ നീ എന്തെങ്കിലും ചെയ്യിപ്പിച്ചു എന്ന് പറയത്തക്ക മണ്ടത്തരം എനിക്കില്ല. നിന്നെ പോലെ പറയുകയും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വേറെ ചിലരുണ്ടല്ലോ. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കടന്നുപോയ മണിക്കൂറുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തന്റെ ഫാദർ ഉണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലെ ആയിരുന്നു. എന്റെ തണലല്ലേ അങ്കിൾ. സത്യസന്ധമായിട്ട് പറഞ്ഞ എന്നെ വെറുക്കുകയും ഒഴിവാക്കുകയും ചെയ്യാത്ത ഒരാൾ. നീ നടക്ക്. അരുൺ, നീ ഇരിക്കടാ. രംഗ താനിരിക്കെ. മൈഥിലി, ഇങ്ങോട്ടേരി. വേണ്ട ഫാദർ. അരുൺ, താൻ എന്തിനാ വന്നത്? അവസാനിച്ചു തോന്നിട്ടാണോ? അരുൺ, ഇവരെല്ലാരും പോലെ അരുണിന്റെ കാര്യത്തിൽ വിഷമിച്ച ഞാനും കാത്തു നിന്നേ. ഓ, ആണോ? അത് ഗംഭീരമായല്ലോ. അല്ല, എന്തിന്റെ പേരിലായിരുന്നു വിഷമം? അരുൺ, പ്ലീസ് എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മോനെ, വേണ്ട ഫാദർ. ഞാനൊരു അനാഥനാ. എൻ്റെ ആ കുറവ് തിരിച്ചറിയാതെ ചിലരെ ഞാൻ കൂടെ കൂട്ടി. കുഞ്ഞുനാളിൽ ഞാൻ അനാഥാലയത്തിൽ കഴിയുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ തമ്മിൽ പരസ്പരം പറയുമായിരുന്നു, ആർക്കും എന്തും പറയാവുന്ന, എന്ത് പേരും വിളിക്കാവുന്ന ചീത്ത കുട്ടികളാണ് ഞങ്ങളെന്ന്. വലുതായപ്പോൾ ഫാദർ പറഞ്ഞു തന്നും നിർബന്ധിച്ചും ആ തോന്നലിപ്പോൾ മാറി. പക്ഷേ ചിലരിപ്പോഴും ഞങ്ങളെ ചീത്ത കുട്ടികളായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാ. അരുൺ, ഇത്തരം ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ?
എനിക്ക് ബോധം മറന്നിട്ടില്ല. കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. അങ്കിൾ, എനിക്കൊരു കാര്യം ചെയ്യാമോ? ഈ സ്നേഹം കൊണ്ട് ഇവിടെ നിന്ന് പോയി തരാമോ? അരുൺ, എന്തൊക്കെയാ പറയുന്നത്? ഈ നിൽക്കുന്ന ഡോക്ടർ മൈഥിലി എന്റെ ചേച്ചിയാ. അതിന് അരുണിന്റെ മനസ്സിൽ ഒരൊറ്റ അർത്ഥേ ഉള്ളൂ, എന്റെ കൂടപ്പറപ്പെന്നുള്ള അർത്ഥം. അതിനെ സംശയത്തോടെ നോക്കുന്ന ഒരുത്തിയെയും എന്റെ കൺമുമ്പിൽ പോലും കാണരുത്. പോവാ നോക്ക്. നിനക്ക് സംശയിക്കാനും സംശയങ്ങൾ വളർത്തിയെടുക്കാനും കുറെ പേര് പുറത്തുണ്ട്. ഞാൻ നിനക്ക് ചേർന്ന ഒരാളല്ല, നീ എനിക്കും. പോവാൻ നോക്കാൻ. അരുൺ, ഫാദർ, ഞങ്ങൾ ഇറങ്ങിയേക്കാം. അരുൺ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുക. അരുൺ ഇപ്പൊ മനസ്സമാധാനം വേണ്ടത്. ഞാനാണ് സമാധാനത്തിന് ഭീഷണിയെങ്കില് ഞാൻ ഇറങ്ങിയേക്കാം. രംഗനാഥ, കുഴപ്പമില്ല ഫാദർ. മക്കൾ ചെയ്തു കൂട്ടുന്നതിന്റെ ഫലം മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ. അങ്ങനെ കണക്കൂട്ടാം. അരുൺ, ഇത് കുറച്ച് കൂടിപ്പോയി. സ്നേഹയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും ഈ നേരം വരെ കാത്തിരുന്ന ആ മനുഷ്യനെ ഒന്ന് ഓർക്കണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇത്ര നേരം ക്ഷമിച്ചത്. ഇനി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി എന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ തല താഴ്ത്തി ഞാൻ ഒളിച്ചോടില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി ഞാൻ പറയും. രഞ്ജിത്ത്, രഞ്ജിത്ത്, സോറി, ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ഇന്നലെ പോയില്ലായിരുന്നോ? പോവാൻ ഇറങ്ങിയത്. അതിനിടയിൽ എതുക്കുട്ടൻ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചു. പിന്നെ അനാമിക വരാൻ തയ്യാറായില്ല. അരുൺ തിരിച്ചെത്തിയപ്പോ വെളുപ്പിനായി. അല്ല, അയാൾക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. മൈഥിലി, താങ്ക്സ് ടോ. എന്തിന്? രഞ്ജിത്ത് പറഞ്ഞു യദുക്കുട്ടൻ പേടിച്ചതുകൊണ്ടാ നീ ഇവിടെ നിന്നേന്ന്. യദുക്കുട്ടന്റെ അടുത്ത് നിന്നത് കൊണ്ടാണ് താങ്ക്സ് എങ്കിൽ എനിക്ക് വേണ്ട. അവൻ എന്റെയും കൂടി മോനല്ലേ, അപ്പോ അതെന്റെയും കൂടി അവകാശമല്ലേ. സുമ, എന്താ മാഡം? ഇവർക്കൊരു ചായ എടുക്ക്. ഏയ് വേണ്ടടോ, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം. അത് വേണ്ട, ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോവാം. സുമ, പോയി ചായ എടുക്ക്. ശരി. മൈഥിലി, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അരുണിനെ ഒരു വാഹനം ഇടിച്ചു. അത് ബോധപൂർവമായിരുന്നു എന്ന് അരുണിന് ഉറപ്പുണ്ട്. അരുൺ വീണത് താഴ്ചയിലൊക്കെ ആയതുകൊണ്ട് ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു. അല്ല, ഇടിച്ച വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും? ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉത്തരവാദികളെ കണ്ടെത്താൻ അവർക്ക് പറ്റുമായിരിക്കും. കണ്ടെത്തണം. ആരോടുള്ള ഭാഷയല്ല, അരുണിന്റെ ജീവിതത്തിന് ഒരു സെക്യൂരിറ്റി വേണ്ടേ? നിങ്ങളിരിക്കെ. ഫാദർ എന്ത് പറയുന്നു? നമ്മൾ ഓരോരുത്തരും കരുതുന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്ന തീവ്രം എന്ന്. പക്ഷെ അതല്ലാന്ന് എനിക്ക് ഇന്നലെ ബോധ്യമായി. ഫാദറിന്റെ ഒരു അവസ്ഥ കാണണമായിരുന്നു. നമ്മൾ പോലും കരഞ്ഞു പോകുന്നൊരവസ്ഥ. ചിലർക്ക് മനസ്സിലാവാത്ത ചില ബന്ധങ്ങളുടെ ആഴമുണ്ടല്ലോ. അത് മനസ്സിലാവണമെങ്കിൽ അല്പം ഒരു സെൻസൊക്കെ വേണം. എടോ, ഈ ഒരു സംഭവത്തിന്റെ പേരിലല്ല അരുണിനോട് ഇനി ചുറ്റുപാടുകളൊന്ന് നന്നായി ശ്രദ്ധിച്ചോളം പറയണം. അയാള് പലരുടെയും ടാർഗറ്റാ. പലരുടെയും അല്ല, ഒരേ ഒരാളുടെ. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? വേണ്ട, ഈ കാര്യം ഇനി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കണ്ട. അച്ഛാ, അച്ഛൻ ഇന്നലെ ഒത്തിരി വൈകിട്ടും കിടന്നില്ലേ? കുറെ നേരം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ? ഞാൻ പിന്നെ പോയി കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. അച്ഛന്റെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തുന്നത് ഞാനല്ലേ? അച്ഛാ,
ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്ത്. അരുണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നില്ലേ? എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അരുൺ എന്നെ ഇറക്കി വിട്ടു. അത് അരുണിന്റെ ദേഷ്യം മാത്രമായിരുന്നോ? ഒരിക്കലും അല്ല. അരുൺ അവരുടെ മുൻപിൽ പലതും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാന്ന് കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതല്ലേ സത്യം? മോളെ, നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാതിരിക്കാം, അതാ നല്ലത്. കൊള്ളാം, ഞാനിത് ക്ലോസ് ചെയ്യാം എന്നേക്കുമായിട്ട്. പക്ഷേ അച്ഛൻ ഇനി ഈ സംസാരം തുടങ്ങി വെക്കരുത്. അച്ഛൻ എനിക്ക് ആവശ്യമുള്ള പണം തന്നു, സ്വാതന്ത്ര്യം തന്നു. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അരുണിനെ സ്നേഹിച്ചതും കൂടെ നടന്നതും ഞാൻ ചെയ്ത വലിയൊരു തെറ്റാ. പറ്റിപ്പോയി. ഇനി ഞാനത് മാറ്റാൻ ശ്രമിക്കാം, തിരുത്താൻ ശ്രമിക്കാം. പക്ഷെ അച്ഛൻ എന്റെ കൂടെ നിൽക്കണം. കൊള്ളാം. ഒരു പുരുഷന് ഇഷ്ടമാണ്, അവനൊപ്പം ജീവിക്കണമെന്നൊരു മകളെന്ന് പറയുമ്പോ അത് സമ്മതിച്ച അച്ഛൻ പുരോഗമനവാദി. അതേ പുരുഷനെ മടുത്തുവെന്ന് മകളെന്ന് പറയുമ്പോ അച്ഛൻ അതേ പുരോഗമനവാദി ആകണമെങ്കിൽ അതും സമ്മതിച്ചു കൊടുക്കണം. കഷ്ടമാണ് മോളെ. അച്ഛാ, എന്നെ വേണ്ടാത്ത ഒരാളുടെ പുറകെ ഞാൻ നടക്കുന്നത് ശരിയാണോ? അരുൺ എന്നെ വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്താലും ഞങ്ങൾക്കിടയിൽ ഈ വിഷയം ശക്തമായി തന്നെ നിലനിൽക്കും. ഞങ്ങൾക്കൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല അച്ഛാ. അരുൺ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവട്ടെ. ഞാനൊരിക്കലും ശല്യപ്പെടുത്തില്ല. എന്റെ ഒരാഗ്രഹങ്ങൾ കൊണ്ടും ഞാനെന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല. ഇത് നിന്റെ വിജയമാണോ എന്റെ തോൽവിയാണോ? ഒരു സംശയം വേണ്ട, എന്റെ തോൽവിയാണ്. രംഗനാഥൻ കുടുംബം നോക്കാൻ അറിയില്ല. അയാളൊരു വലിയ പരാജയമാണ്, വട്ടപൂജ്യമാണ്. ഇതിന്റെ അർത്ഥം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചായ വെക്കട്ടെ? ചെല്ല്. ഉത്തരവില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ചെല്ല്. അതങ്ങനെ ചെയ്യാം. ആടോ കറിയാച്ചോ, ഇപ്പൊ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു 4 മണിയാവുമ്പോ അവിടെ എത്തും. അവനെ കറിയാച്ചന്റെ കൂടെ തന്നെ നിർത്തിക്കോണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒറ്റയ്ക്ക് അവനെ പുറത്തു വിടരുത്. പരിചയമില്ലാത്ത ആരെങ്കിലും അവനെ വന്ന് തിരക്കിയ കാണിക്കാൻ നിൽക്കണ്ട. എടോ, എന്തായാലും കുറച്ച് നാൾ അവനവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞൊരു തീരുമാനം ഞാൻ തന്നെ വിളിച്ച് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. ശരിയടോ, ഞാൻ തന്നെ വിളിച്ചോളാം. ആരെ ഈ നാട് കടത്താൻ പോകുന്നത്? ഓ, മനസ്സിലായി. മക്കളുടെ കുരുത്തക്കേടിനെ കുറിച്ച് ഏതെങ്കിലും അച്ഛനമ്മമാരോ ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? കൂടെ അവരെ രക്ഷിച്ചു കളയാന്ന് ഫാദർ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. അല്ല, ഇത് ഏതേ കറിയാച്ചൻ? കറിയാച്ചൻ എൻ്റെ നാട്ടിലുള്ള ഒരാളാ. നീ പരിചയപ്പെട്ടിട്ടില്ല. ഓക്കെ. അല്ല, ഈ ആരെ പോവാൻ പോകുന്ന രക്തസാക്ഷി? നിന്റെ കാര്യം തന്നെ കറിയാച്ചനോട് പറഞ്ഞത്. ഞാനോ? ഞാനെന്തിനിപ്പോ അങ്ങോട്ട് പോകണം? വേണ്ട, ഇങ്ങോട്ട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് നാള് നീ നാട്ടിൽ ഇല്ലാതിരിക്കുന്ന നല്ലത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഫാദറിന് എന്താ, പേടിയാണോ? അതെ. നീ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിന്നെ ഒരാൾ ആക്രമിച്ചാൽ അതെനിക്ക് മനസ്സിലാകും. അതല്ലെങ്കിലോ, എടാ, ശത്രു ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഫാദർ, ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ ഞാനും തയ്യാറല്ല. ഡാ മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എത്ര നാൾ ഓടി ഒളിക്കാൻ പറ്റും ഫാദർ? മാത്രമല്ല, അങ്ങനെ ഓടാൻ തുടങ്ങിയ നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? മറ്റൊരാൾ എന്നെ അവിടെ ശ്രദ്ധിക്കുന്നതിന് പകരം ഞാൻ എന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ദേ, ഇനി ഒരു അപകടവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. ദേ, ഇനി അതല്ല, പുറത്തിറങ്ങി അപകടം വരുത്തി വെക്കുന്നതാണ് ഫാദറിന്റെ പേടിയെങ്കിൽ ദേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഫാദറിന്റെ അടുത്ത് തന്നെ ഇരുന്നോളാം. അല്ലാതെ പോകുന്ന പ്രശ്നമില്ല. എടാ, ഞാൻ ഈ പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഫാദറിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വലിയ നന്മയൊന്നും എനിക്ക് വേണ്ട.
ഈ കൈ പലർക്കും അനുഗ്രഹത്തിന് മാത്രമുള്ളതാ. പക്ഷേ എനിക്കങ്ങനെയല്ല. ഇതെന്റെ ബലമാ, ഒരു കവചമാ. എടാ, ശത്രുക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ ഫാദർ. ഫാദർ തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ളതല്ല കാര്യമൊന്നും, നമ്മൾ ശരിയാണെന്നുള്ളത് മാത്രമാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കാരും പേടിയില്ല. ചില നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിന്നേ പറ്റൂ. അതാ ഞാനും ചെയ്യാൻ പോകുന്നത്. അരുണങ്ങളിൽ ഒരുപാട് പരിക്കുണ്ടാമേ? ഇല്ല മോനെ, ചെറിയ പരിക്കേ ഉള്ളൂ. പോലീസുകാർ CCTV ഒന്നും നോക്കിയില്ലേ? ആ ലോറി ഏതെങ്കിലും CCTV പതുങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ പോലീസുകാർ അന്വേഷിക്കട്ടെ. മുൻ ഭക്ഷണം കഴിക്കുക. മാഡം, യദുക്കുട്ടൻ ഇപ്പൊ എല്ലാ നേരത്തും പേടിയാ. ഇന്നലെ എന്തൊരു ഉറക്കിയാ കരഞ്ഞെന്നറിയോ? അതെന്താ യദുക്കുട്ടാ? ഉറക്കം വരാതെ കിടക്കുമ്പോ അമ്മ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോഴെങ്ങാ വെച്ച് വെക്കുന്നേ. അതെന്താന്നറിയോ മോനെ? ആവശ്യമില്ലാതെ യദുക്കുട്ടൻ പേടിച്ചിട്ടാ. ഇനി അങ്ങനൊന്നും പാടില്ല കേട്ടോ. യദുക്കുട്ടന്റെ അമ്മ സ്ട്രോങ് അല്ലേ? സുമാ, സാരംഗിനെ യാമിമോൾക്കും ഭക്ഷണം എടുക്ക്. ആ, അയാൾക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ അരുണിന്? കുറെ സമയം ഒരാളെ കാണാനില്ല എന്ന് പറയാ, കുറച്ച് കഴിയുമ്പോൾ ഒന്നും പറ്റാതെ ആള് പ്രത്യക്ഷപ്പെടുക. ഇതൊക്കെ എന്തെങ്കിലും പ്ലാനിങ് ആണോ? ആരെങ്കിലും കൊടുക്കാൻ? ആ, സാരംഗിനെ കൊടുക്കാൻ വേണ്ടി എല്ലാരും കൂടെ ചെയ്തതാണോന്നാണോ സംശയം? അത് തന്നെ, അച്ഛനെ കുറ്റക്കാരനാക്കാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും തൊഴില്. മോളെ, ഭക്ഷണം കഴിച്ചോ? അച്ഛൻ ചോദിക്കുന്നതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. പോലീസുകാർ കേസെടുത്തിട്ടുണ്ട്. അല്പം കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ അന്വേഷണം കുറ്റവാളിയിലേക്ക് എത്തുമ്പോൾ ആരും ഞെട്ടേണ്ടി വരില്ലല്ലോ. എന്താ കഥ? ഭർത്താവ് ദുഷ്ടനാണെന്ന് പറയാനും വേറെ ഒരുത്തൻ നല്ലവനാണെന്ന് പറയാനും കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നു. ആ, എന്തു ചെയ്യാനാ? ചില കാര്യങ്ങളിൽ പേടിച്ചല്ലേ പറ്റൂ. തീർത്തു കളയാൻ അറിയാവുന്നവരെ പ്രത്യേകിച്ചും.